അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സൈദലവി വടക്കഞ്ചേരിയാണ്. ഇതേ പള്ളിമടയിൽ നിന്നുകൊണ്ടാണ് 2 വർഷം മുന്നേ ഈ ലിയാമോൾ എന്ന് പറയുന്ന മോൾക്ക് വേണ്ടി നിങ്ങളവിടെ എല്ലാവരോടും കൈയഴിഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ആ മോൾക്ക് വേണ്ടി സഹായിച്ചു. ഇനി ആ രോഗം വീണ്ടും ആ മോൾക്ക് വന്നിരിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി പ്രവാസ ലോകത്തും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരും ഒരിക്കൽ കൂടി ആ പൊന്നുമോളെ കൈയഴിഞ്ഞ് സഹായിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെയും ഈ നാടിന് പരിസരത്തുള്ള എല്ലാവരും, ക്ലബ്ബ് ഭാരവാഹികൾ, അയൽക്കൂട്ടങ്ങൾ, അതുപോലെ വരുന്ന ഒരുപാട് മേഖലകളിലുള്ള എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഈ മോൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും കൂട്ടത്തോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ആ മോളെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും ഉദാര മനസ്ഥിതിയിൽ സഹായം ചെയ്തുകൊണ്ട് ആ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2 വർഷം മുന്നേ ലിയ പ്രവീൺ മോൾക്ക് വേണ്ടി ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ കൺവീനർ ലാലു വെട്ടിക്കാട്ടിലാണ്. നമ്മൾ വളരെ വേദനയോടെയാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ അറിയുന്നത്. കാരണം ഒരു പ്രാവശ്യം നമ്മളെല്ലാം കൂടി സഹായിച്ച് ആ രോഗം മാറിയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. കുട്ടി നമ്മോടൊപ്പം ചിരിച്ചും കളിച്ചും വളർന്നിരുന്നു. അപ്പോൾ വീണ്ടും ആ കുട്ടിക്ക് അസുഖം ബാധിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇപ്പോഴത്തെ ചികിത്സയ്ക്ക് വേണ്ടി 40 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലുകാർ ആവശ്യപ്പെടുന്നത്. ആയതുകൊണ്ട് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമ്മൾ ആ കുട്ടിയെ സഹായിക്കേണ്ട ആവശ്യം നമ്മളെ കൂടിയാണ്. ആയതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി സഹായിച്ച് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം. എനിക്ക് പറയാനുള്ളൂ.